ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബ്ലൗസിൻ്റെ നെക്കിലും സ്ലീവ്സിലും ഇതുപോലുള്ള ബീഡ്സ് കൊണ്ടിട്ട് ഡിസൈൻ ചെയ്യാണ്. അതിനായിട്ട് ഹാഫ് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, പിന്നെ നമ്മളുടെ 2 ബീഡ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത്തരം ടൈപ്പിലുള്ള ബീഡ്സ് ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്, പല ഷേപ്പിൽ. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സാണ്. ഇതിൻ്റെ തന്നെ ഓവൽ ഷേപ്പ്, സ്ക്വയർ ഷേപ്പിലെല്ലാം വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ B7000 ഗ്ലൂ ഉപയോഗിച്ച് കൊണ്ടിട്ട് ഹാഫ് ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 1 ഇഞ്ച് അകലത്തിലാണ് ഇതിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡിൽ വലതുവശത്ത് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള ചെയിൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ചെയിൻ ബീഡ്സ് നമ്മൾ ഒട്ടിച്ച ഹാഫ് ബീഡ്സിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും. ഇതിപ്പോൾ ഒരു 14 ബീഡ്സ് ഉള്ള ഒരു ചെയിനാണ്. അങ്ങനെ അളവെടുത്തിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതുപോലുള്ള ചെയിൻ വെച്ചിട്ട് ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഗ്ലൂ പലയിടത്തായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അവിടെ നേരത്തെ നമ്മൾ കാണിച്ച ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സ്, 2 ബീഡ്സ്, ഹാഫ് ബീഡ്സ് എല്ലാം നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വലിയ അകലത്തിലല്ലാതെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വെച്ച ആ ഹാഫ് ബീഡ്സിൻ്റെ അവിടേക്ക് നെക്കിനോട് ചേർന്നിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബീഡ്സ് നല്ല കട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കാരണം കൊണ്ടിട്ടാണ് കുറച്ചധികമായിട്ട് നമുക്കിവിടെ ഗ്ലൂ തേക്കേണ്ടി വരുന്നത്. ഇതുപോലെ ഗ്ലൂ തേച്ചിട്ടുണ്ട്. ഇനി ഇവിടേക്ക് നമ്മൾ ഷുഗർ ബീഡ്സ്, 2 ബീഡ്സ് എല്ലാം കൂടി നമ്മൾ മിക്സ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്യാൻ, നമുക്ക് തുണി കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ കാണാത്ത രീതിയിൽ നമുക്കിത് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് എല്ലായിടവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്ന ബാക്കിയുള്ളത് നമുക്ക് തട്ടിക്കളഞ്ഞാൽ പോകുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് തിക്കായിട്ട് എല്ലായിടവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിൽ നമ്മളുടെ 2 ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വരുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഹാഫ് ബീഡ്സ് തന്നെയാണിത്. നേരത്തെ ഒട്ടിച്ച അത്രയും വലുതല്ലെന്നേ ഉള്ളൂ, കുറേ കൂടി ചെറിയ ഹാഫ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതും ഈ ഇവിടെ തന്നെ ഇതുപോലെ നേരത്തെ നമ്മൾ ഓരോ പീസ് ഒട്ടിച്ചില്ലേ അവിടേക്ക് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ചുകൂടി അടുപ്പിച്ച് തന്നെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് നെക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടി തിക്കായിട്ട് ഇങ്ങനെ അടുപ്പിച്ചൊട്ടിക്കണം എന്നേ ഉള്ളൂ. ഇനി ബ്ലൗസിൻ്റെ സ്ലീവ്സിലാണ് ചെയ്യുന്നത്. അതും നെക്കിൽ ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തത്. ഇതിൻ്റെ പുറമേക്ക് വീണ്ടും നമ്മൾ ചെയിൻ ബീഡ്സ്, കട്ട് ചെയ്ത് വെച്ച് ചെയിൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സും അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ ഇട്ടിട്ടുണ്ട്. ഗ്ലൂ ഇട്ടിട്ട് ഷുഗർ ബീഡ്സും 2 ബീഡ്സും കട്ട് ബീഡ്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1 ഇഞ്ച് അകലത്തിലാണ് ഇട്ട് കൊടുത്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ തേച്ചിട്ട് ഹാഫ് ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ അവിടെ ആയിട്ട് നമുക്ക് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറമേക്ക് ചെയിൻ ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ അധികമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെയിൻ ബീഡ്സ് എടുത്ത് ഇതിൻ്റെ പുറമേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സ്, 2 ബീഡ്സ് ഒക്കെ നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ ഹാഫ് ബീഡ്സ് ഉണ്ടായിരുന്നല്ലോ, ചെറിയ ഹാഫ് ബീഡ്സ്, അത് നമുക്കിവിടെ വളരെ അടുപ്പിച്ച് തന്നെ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2 ബീഡ്സും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഹാഫ് ബീഡ്സ്, ആ വലിയ ഹാഫ് ബീഡ്സ് നടുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡിലേക്ക് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഓവൽ ഷേപ്പിലുള്ള, നേരത്തെ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സ് ഒട്ടിച്ചില്ലേ, അതിൻ്റെ തന്നെ ഓവൽ ഷേപ്പിലുള്ള ബീഡ്സാണിത്. ഇതിൻ്റെ പുറമെ ഒരു ഫ്രെയിമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ബീഡ്സാണ് നമ്മളവിടെ 4 സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
വീണ്ടും അതിൻ്റെ ഇടയിലേക്ക് 4 വശത്തേക്കും കണ്ടോ 4 നമ്മൾ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ പുറമേക്ക്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് കേട്ടോ. ഇനി ഇത് എല്ലായിടും ഒട്ടിക്കുന്നില്ല, ഇതൊരു ഇവിടെ അവിടെയായിട്ട് നമുക്കൊന്ന് 3 മതി ഇവിടെ. ഇതുപോലാണ് നമ്മൾ ബ്ലൗസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞത്. സ്ലീവ്സ് ഇങ്ങനെ എല്ലായിടും നമ്മൾ ഒട്ടിച്ചില്ല കണ്ടോ, 2, 3, 4 ഉള്ളൂ ആ ബ്ലൗസിൽ, ആ സ്ലീവിൽ. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. താങ്ക്